നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കാം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 70 മണ്ഡലങ്ങൾ വിധിയെഴുതും. നാമനിർദ്ദേശ പത്രിക ജനുവരി 17 വരെ സമർപ്പിക്കാം. വോട്ടെണ്ണൽ ഫെബ്രുവരി 8. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങൾക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സുതാര്യമായെന്നും വിശദീകരണം. UDF ബന്ധമുറപ്പിക്കാൻ PV അൻവർ പാണക്കാടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ. പാണക്കാടെത്തിയത് രാഷ്ട്രീയ ചർച്ച ചെയ്യാനല്ലെന്നും മലയോര മേഖലയുടെ പ്രശ്നം അറിയിക്കാനെന്നും PV അൻവർ. PV അൻവറിന്റെ UDF പ്രവേശത്തിൽ അന്തിമ തീരുമാനമായില്ലെന്ന് VD സതീശൻ. PV അൻവറിനെതിരെ കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്. 9 വർഷമായി കർഷകർക്ക് വേണ്ടി PV അൻവറിന്റെ ശബ്ദം കേട്ടിട്ടില്ലെന്ന് വിമർശനം. അൻവർ തെറ്റ് തിരുത്തണമെന്ന് VT ബൽറാമും മാത്യു കുഴൽനാടനും. വന്യജീവി ആക്രമണത്തിൽ വനം വകുപ്പിനെയും മന്ത്രി AK ശശീന്ദ്രനെയും കടന്നാക്രമിച്ചു PV അൻവർ. NCP ആവശ്യപ്പെട്ടിട്ടും AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് മാറ്റാത്തത് എന്തുകൊണ്ടെന്ന് PV അൻവർ. വന നിയമ ഭേദഗതി തടയേണ്ട സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിമർശനം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. മരണശേഷം കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ടില്ലെന്ന് കുടുംബം 24നോട്. KPCC പ്രസിഡന്റ് K സുധാകരനും VD സതീശനും നേരിട്ട് കത്ത് നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ല. കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ നീക്കം നടന്നെന്നും കുടുംബം ആരോപിച്ചു. VD സതീശനെ രൂക്ഷമായി വിമർശിച്ച് NM വിജയന്റെ മകൻ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ കത്ത് പാർട്ടി അന്വേഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്ത് കിട്ടിയില്ലെന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും കുടുംബം മോശമായി സംസാരിച്ചെന്നും പ്രതിപക്ഷ നേതാവ്. ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് നാളെ വൈകിട്ട് സുൽത്താൻ ബത്തേരിയിൽ DYFI നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും DYFI. MLA സ്ഥാനം രാജിവെക്കണമെന്ന് MV ഗോവിന്ദൻ. കണ്ണൂർ കണ്ണപുരം രുജിത് വധക്കേസിൽ 9 RSS BJP പ്രവർത്തകർക്കും ജീവപര്യന്തം. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. വധക്കേസിന്റെ വിധിപ്പകർപ്പ് പുറത്തുവന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെങ്കിലും ദൃക്സാക്ഷികളുള്ളതിനാൽ അത് പരിഗണിച്ചില്ലെന്ന് വിധിയിൽ കോടതി വ്യക്തമാക്കും. കണ്ണൂർ കണ്ണപുരം രുജിത് വധക്കേസിൽ പ്രതികരണവുമായി കുടുംബം. കൊലപാതക രാഷ്ട്രീയം നടത്തുന്നവർക്കുള്ള പാഠമാണ് വിധിയെന്ന് രുജിത്തിന്റെ അമ്മ ജാനകി. വധശിക്ഷ നൽകുമെന്നാണ് കരുതിയതെന്ന് സഹോദരിയും പ്രതികരിച്ചു. വിധി സ്വാഗതാർഹമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും EP ജയരാജനും പ്രതികരിച്ചു. HMV വൈറസ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നേരത്തെ വൈറസ് ബാധ സ്ഥിരീകരിച്ചതാണ്. നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി. പ്രായമായവരും ഗർഭിണികളും മാസ്ക് ധരിക്കണമെന്നും വിദേശത്ത് നിന്നെത്തുന്നവർക്ക് നിയന്ത്രണങ്ങളില്ലെന്നും മന്ത്രി പറഞ്ഞു. HMV വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. പുഷ്പ 2 റിലീസിനെ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീദേച്ചിനെ ആശുപത്രിയിൽ സന്ദർശിച്ച അല്ലു അർജുൻ. സെക്കന്ദരാബാദിലെ കിംസ് ആശുപത്രിയിലെത്തിയാണ് കണ്ടത്. കേരള കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്ററായി PJ ജോസഫിന്റെ മകൻ അബു ജോസഫ്. KM മാണിയുടെ മരുമകൻ MP ജോസഫ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാനാകും. കോട്ടയത്ത് ചേരുന്ന ഹൈപ്പവർ കമ്മിറ്റിയിലാണ് തീരുമാനം. ജോസ് K മാണി വിഭാഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് അബു ജോസഫ് 24നോട് പറഞ്ഞു. CPIM നേതൃത്വത്തോട് അതൃപ്തി ഉണ്ടെങ്കിലും പാർട്ടി വിടില്ലെന്ന് കോട്ടയത്തെ മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ്. പാർട്ടി വിടുമെന്ന വ്യാജ പ്രചാരണത്തിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരെന്നും സുരേഷ് കുറുപ്പ്. ഉമാ തോമസ് MLA-ക്ക് പരിക്കേറ്റ അപകടത്തിൽ ഓസ്കർ ഇവന്റ്സ് ഉടമ ജനീഷ് കസ്റ്റഡിയിൽ. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കീഴടങ്ങാതിരുന്ന ജനീഷിനെ പാലാരിവട്ടം പോലീസ് തൃശൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കോർപ്പറേഷനിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസിന് ജലപീരങ്കി. സംഘാടകരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ആവശ്യമെങ്കിൽ ദിവ്യാണിയുടെ മൊഴിയെടുക്കുമെന്നും കമ്മീഷണർ. വയനാട് DCC ട്രഷറിയുടെ മരണത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചോദ്യം ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. NM വിജയന്റെ കത്തിരു നേതാക്കളും നിഷ്ഠൂരം തള്ളിക്കളഞ്ഞു. K സുധാകരൻ പറയുന്നത് പോലെ ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമല്ലെന്നും K സുരേന്ദ്രൻ. PV അൻവറിനെ കോൺഗ്രസിലേക്ക് അയച്ചത് പിണറായി വിജയനെന്നും സുരേന്ദ്രന്റെ വിമർശനം. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ചതിന്റെ തീരാദുഃഖത്തിൽ നാട്.
അപകടത്തിൽ KSRTC ബസിന് ബ്രേക്ക് തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഗിയർ മാറ്റാത്തതാണ് അപകടത്തിന് കാരണമെന്ന് സംശയം. ട്രെയിൻ പോകുന്നതിനിടെ ഉണ്ടായ കാറ്റിൽ പുറകോട്ട് മറിഞ്ഞു വീണ് തലയ്ക്ക് പരിക്കേറ്റ വയോധികൻ മരിച്ചു. പന്നിയങ്കര സ്വദേശി അഷ്റഫാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് മാത്തോട്ടം റെയിൽവേ ഓവർബ്രിഡ്ജിന് അടിയിൽ വെച്ചായിരുന്നു അപകടം. വയനാട് പുൽപ്പള്ളി അമരക്കുന്നിൽ കടുവ ഇറങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. കടുവ പ്രദേശത്തെ തോട്ടത്തിലുണ്ടെന്ന് നാട്ടുകാർ. കണ്ണൂർ കാക്കയങ്ങാട് നിന്ന് പിടികൂടിയ പുലിയെ തുറന്നുവിട്ടു. കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി വനമേഖലയിലാണ് തുറന്നുവിട്ടത്. പുലി കെണിയിൽ കുടുങ്ങിയ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തു. മകനെതിരായ കഞ്ചാവ് കേസ് വാർത്ത വ്യാജമെന്ന് ആവർത്തിച്ച് പ്രതിഭ MLA. തനിക്കെതിരെ ഉണ്ടായ വ്യക്തിപരമായി ആക്രമിക്കുന്ന വാർത്തയാണെന്നും അതിൽ പാർട്ടിയെ കൂടി വലിച്ചിഴക്കരുതെന്നും പ്രതിഭ പറഞ്ഞു. പാർട്ടിയുമായി ആലോചിച്ച് നിയമപരമായി നേരിടുമെന്നും പ്രതിഭ. പത്തനംതിട്ട അടൂർ ഐക്കാട് ITയിൽ വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. കൊല്ലം കടക്കൽ സ്വദേശി പ്രശാന്തിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഹണിറോസിന്റെ മൊഴിയെടുത്ത് പോലീസ്. ഇന്നലെ സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണിറോസ് മൊഴി നൽകി. സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ബോബി ചെമ്മന്നൂരിനെതിരെ നടി പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ ആറാട്ടുപുഴയിൽ 2 കുട്ടികൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. വലിയഴിക്കൽ വിളുമ്പത്ത് ബിനുവിന്റെ മകൾ ഐഷ്മി, രാമഞ്ചേരി കണ്ണങ്കരോത്ത് പടിയത്തിൽ സുജിത്തിന്റെ മകൻ ദർശിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആലപ്പുഴയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരുക്ക്. കരുവറ്റ തൈത്തടത്തിൽ സുനീഷ് മാളു ദമ്പതികളുടെ മകൾ കൽഹിക്കാണ് പരിക്കേറ്റത്. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറന്ന ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടക ദർശനം നടത്തിയത് ഇന്നലെ. സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം 25,449 പേർ ദർശനം നടത്തി. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്താൻ തീരുമാനം. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകൾ വർദ്ധിപ്പിച്ചു. 4 അധികം റേക്കുകളുമായി പുതിയ വന്ദേഭാരത് വെള്ളിയാഴ്ച സർവീസ് തുടങ്ങും. 312 അധികം സീറ്റുകൾ ഇതിലൂടെ ലഭിക്കും. എറണാകുളം ചോറ്റാനിക്കരയിൽ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പരിശോധന നടത്തുന്നത്. മന്ത്രി സജി ചെറിയാനെതിരെ ദീപിക എഡിറ്റോറിയൽ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത്. ഏത് രാജാവിന്റെ മകനായാലും നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നും വിമർശനം. മന്ത്രിയുടെ വാക്കുകൾ വമിപ്പിക്കുന്നത് വിഷപ്പുകയെന്നും എഡിറ്റോറിയൽ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് വീണ്ടും കത്തുമായി N പ്രശാന്ത് IAS. സസ്പെൻഷൻ ആധാരമായ ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. രേഖകളും തെളിവുകളും നൽകാത്തത് നിയമവ്യവസ്ഥയുടെ ലംഘനമെന്നും കത്തിൽ പരാമർശം. കോഴിക്കോട് കൊയിലാണ്ടിൽ ക്ഷേത്രത്തിലും വീടുകളിലും മോഷണശ്രമം. തിരുവങ്ങൂർ വെറ്റിലപ്പാറ ഭാഗങ്ങളാണ് കള്ളൻ കയറിയത്. തിരുവണ്ണൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമം. സമീപത്തെ വീടിന്റെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞു. ADGP MR കുമാറിനെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു. PV അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ തെളിവുകളില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട്. സമസ്തയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പഠിക്കാൻ 5-അംഗ സബ് കമ്മിറ്റി രൂപീകരിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി. തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സബ് കമ്മിറ്റിക്ക് വിട്ടു. സമസ്ത മുഷാവറ യോഗത്തിന്റേതാണ് തീരുമാനം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ കണ്ണൂരും തൃശൂരും ഒപ്പത്തിനൊപ്പം. കോഴിക്കോടാണ് 2ാം സ്ഥാനത്ത്. ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരമാണ് ഇന്നത്തെ ഇനങ്ങളിൽ പ്രധാനം. പെരിയാർ ഇരട്ടക്കൊല കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 4 CPM നേതാക്കൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും. CBI അഭിഭാഷകൻ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് അപ്പീൽ മാറ്റിയത്. ചോദ്യപേപ്പർ ചോർന്ന കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. ഈ മാസം 9-ലേക്കാണ് മാറ്റിയത്. പാലക്കാട് പുത്തൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് 20 പവനും കാറും കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന പോസ്റ്റ് ഓഫീസ് തകർത്തു. സിങ്കോണ എസ്റ്റേറ്റ് ഭാഗത്തെ പോസ്റ്റ് ഓഫീസാണ് തകർത്തത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ ചതുപ്പിൽ കുടുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന ആർട്ട് ഡയറക്ടറെ രക്ഷിച്ച ഫയർഫോഴ്സ്. ആർട്ട് ഡയറക്ടർ നിമേഷിനെയാണ് വൈപ്പിൻ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ രക്ഷിച്ചത്.
കായികമേളയിൽ 2 സ്കൂളുകൾക്കുള്ള വിലക്ക് നീക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളുടെ അവസരം നിഷേധിക്കില്ല. മാർബേസിന്റെയും നാവാമുകുന്ദയുടെയും അപേക്ഷ പരിഗണിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. വിലക്ക് നീക്കണമെന്ന് ഡിവൈഎഫ്ഐയും ആവശ്യപ്പെട്ടു. TP കേസ് പ്രതി കൊടിസുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതി. കൊടിസുനിയെ പ്രതിയായ ഇരട്ടക്കൊലപാതകത്തിന്റെ വിചാരണ വേളയിലാണ് ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് കാർ കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഫെഡറൽ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ഗോൾഡ് കർവിംഗ് സ്ഥാപനത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഓടിച്ച കോട്ടപ്പുറം സ്വദേശി ഉമ്മർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മൂസ് ജീവന്റെ മരണത്തിൽ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന അബ്ദുൽ സലാം, വൈസ് പ്രിൻസിപ്പൽ സജി ജോസഫ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ സമിതിയുടെ പരിശോധനയെ തുടർന്നാണ് നടപടി. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങൾ പിടിമുറുക്കി കേന്ദ്രം. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക് നൽകിക്കൊണ്ട് UGC ചട്ടങ്ങൾ പരിഷ്കരിച്ചു. കേരളത്തിലടക്കം സർവകലാശാല VC നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് UGCയുടെ നീക്കം. ആലപ്പുഴ നൂറനാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഇടക്കുന്നം ജയലാലുവും അമ്മയും ആശുപത്രിയിലേക്ക് പോകും വഴി പുകയുന്നത് കണ്ട് കാർ നിർത്തുകയായിരുന്നു. ഉടൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വൻ അപകടം ഒഴിവായി. 100 ന്യൂസ് തുടർന്ന് നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് പള്ളിക്കരയിൽ പിതാവിനെ തലക്കിടിച്ചു കൊന്ന കേസിലെ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് പള്ളിക്കര സ്വദേശി പ്രമോദ്. എറണാകുളം തൃക്കാക്കര നഗരസഭാ പ്രദേശത്തെ അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ തുടരുന്നു. ആരോഗ്യം, എഞ്ചിനീയറിംഗ്, റവന്യൂ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് നടപടി. സംഗീത സംവിധായകൻ രാഹുൽ രാജിന്റെ മാതാവ് അന്തരിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന കുഞ്ഞുഞ്ഞമ്മയാണ് നിര്യാതയായത്. 81 വയസ്സായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ മേജർ ഒറ്റശേഖരമംഗലം ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലെ ധനു തിരുവാതിര മഹോത്സവത്തിന് തുടക്കം. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം 12-ാം തീയതി കൊടിയിറങ്ങും. ആലപ്പുഴയിൽ മുഖംമൂടി ആക്രമണത്തിനിരയായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ പുത്തൻപുരക്കിൽ വീട്ടിൽ തങ്കയാണ് മരിച്ചത്. വീടിനുള്ളിൽ കയറിയ അജ്ഞാതനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സർഗാലയ മാധ്യമ അവാർഡ് പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ അവാർഡിന് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം അർഹനായി. അവാർഡ് വനം മന്ത്രി AK ശശീന്ദ്രൻ സമ്മാനിക്കും. കൊല്ലം ഐവർക്കാല S രാമേന്ദ്രൻ നായർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സൂര്യ P തമ്പി സ്മാരക ഷട്ടിൽ ടൂർണമെന്റ് നടന്നു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ചാമ്പ്യന്മാരെ കിരൺ ആൻഡ് ലിനു കൊണ്ടിറക്കിയ ഗ്രാമപഞ്ചായത്ത് അംഗം മംഗലത്തിരതി സമ്മാനദാനം നടത്തി. നോക്കാം പ്രധാന അറിയിപ്പ്. സർക്കാർ പൊതുജന പരാതി പരിഹാര അദാലത്ത് ഈ മാസം 10-ന് പുനലൂർ ചെമ്മന്തൂർ K കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടക്കും. മന്ത്രിമാരായ KN ബാലഗോപാൽ, KB ഗണേഷ് കുമാർ, ചിഞ്ചു റാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത്. കൂടുതൽ ഗവൺമെന്റ് VHSS വൊക്കേഷണൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 9-ന്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 9-ന്. കൂടുതൽ ഗവൺമെന്റ് VHSSൽ ടീച്ചർ ഇൻ അക്കൗണ്ട്സ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 9. കോട്ടയം ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ ഒഴിവ്. അഭിമുഖം ഈ മാസം 10. തൃശൂർ പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്കണോമിക്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11. ഇനി നോക്കാം ദേശീയ വാർത്ത. ഗുജറാത്തിലെ കച്ചിൽ കുഴൽക്കിണറിൽ വീണ 18-കാരി മരിച്ചു. 34 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കർണാടകയിലെ തുംകൂരിൽ പുലിയെ സാഹസികമായി കീഴടക്കി. ആനന്ദ് എന്നയാളാണ് പുലിയെ പിടികൂടിയത്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പുലി കുതറി ഓടുകയായിരുന്നു. അസമിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. ഖനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 15 തൊഴിലാളികളാണ് കുടുങ്ങിയത്. സൈന്യവും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ബംഗ്ലാദേശിലെ ജയിലിൽ കെട്ടിയിട്ട് മർദ്ദിച്ചെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗ്ലാദേശിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ സാഗർ ദ്വീപിലെത്തി. സഹായത്തിനായി 95 മത്സ്യത്തൊഴിലാളികൾക്കും 10,000 രൂപ വെച്ച് നൽകുമെന്നും മമത പ്രഖ്യാപിച്ചു. രാജ്യാന്തര വാർത്ത.
നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ഭൂകമ്പത്തിൽ മരണം 95. ടിബറ്റിലെ വടക്കു കിഴക്കൻ അതിർത്തി മേഖലയാണ് പ്രഭവ കേന്ദ്രം. രാവിലെ 6:30 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വീണ്ടും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര ക്രൈം ട്രൈബ്യൂണൽ. സർക്കാർ ഇടപെടലുള്ള തിരോധാനങ്ങളുമായുള്ള ബന്ധപ്പെട്ട കേസുകളിലാണ് നടപടി. വെനസ്വേലയിൽ 3-ാം തവണയും പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങി നിക്കോളാസ് മഡ്യൂറോയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പ്രതിപക്ഷ പ്രതിഷേധം. നിക്കോളാസ് മഡൂറ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചെന്നാരോപിച്ചു. ഗൊണ്ടാനാമോ ജയിലിൽ നിന്ന് യമൻ തടവുകാരെ ഒമാനിലേക്ക് മാറ്റി അമേരിക്ക. 11 യമൻ തടവുകാരെയാണ് മാറ്റിയത്. ബ്രിക്സ് ഗ്രൂപ്പിൽ പുതിയ അംഗമായി ഇന്തോനേഷ്യയും. ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി. ലൂസിയാനയിൽ പക്ഷിപ്പനി വ്യാപകം. പക്ഷിപ്പനിയെ തുടർന്നുള്ള ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 66 പേർക്കാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. താജിക്കിസ്ഥാനിൽ ഭൂചലനം 4.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. വമ്പൻ ഓഫറുമായി ടാറ്റ പഞ്ചീവി. ഈ മാസം 85,000 രൂപ വരെ കിഴിവ് ലഭിക്കും. 8.57 ലക്ഷം രൂപ വിലയുള്ള ടാറ്റ ടിയാഗോ ഇവിക്ക് 50,000 രൂപ വരെ കിഴിവ് ലഭിക്കും. ബുക്കിംഗ് ആരംഭിച്ച് ഹുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്. ബുക്കിംഗ് ആരംഭിക്കുന്നത് 25,000 രൂപയ്ക്ക്. ബുക്കിംഗ് ഓൺലൈനായും ഓഫ്ലൈനായും നടത്താം. പോളണ്ടിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ. നവംബർ അവസാനത്തോടെ 73 ടൺ സ്വർണമാണ് ഇന്ത്യ വാങ്ങിയിരിക്കുന്നത്. 876 ടൺ സ്വർണം വാങ്ങി പോളണ്ട് ഒന്നാമതായി നിൽക്കുന്നു. ഈ മാസം 9-ന് ലോഞ്ച് ചെയ്യാനൊരുങ്ങിയ ഒപ്പോ റെനോ 13 5G. വാനില, ഐവറി, വൈറ്റ്, ലൂമിനസ് ബ്ലൂ എന്നീ നിറങ്ങളിൽ ലഭ്യമാണ്. ഇന്ത്യയിൽ ഉടൻ ലോഞ്ച് ചെയ്യാനൊരുങ്ങിയ റിയൽമി നിയോ 7 2 കളർ വേരിയന്റുകളിലാണ് ഫോൺ ലഭ്യമാകുന്നത്. സ്പോർട്സ്. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ട്രീസ ജോളി ഗായത്രി സഖ്യം പ്രീ ക്വാർട്ടറിൽ. നേരിട്ടുള്ള ഗെയിമുകൾക്ക് തായ്ലൻഡ് ജോഡിയെ തോൽപ്പിച്ചു. ലോക ജാവലിൻ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നീരജ് ചോപ്ര ഉൾപ്പെടെ 10 മുൻനിര താരങ്ങളാവും ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുക. സെപ്റ്റംബർ ആയിരിക്കും ചാമ്പ്യൻഷിപ്പ്. ഇംഗ്ലീഷ് ലീഗ് കപ്പ് സെമി ഫൈനൽ 1-ാം പാദത്തിൽ ആഴ്സിൽ നിന്ന് ന്യൂകാസിൽ യുണൈറ്റഡിനെ നേരിടും. രാത്രി 1:30-ക്കാണ് മത്സരം. നാളെ നടക്കുന്ന 2-ാം സെമിയിൽ ലിവർപൂളിന്റെ എതിരാളികൾ ടോട്ടനമാണ്. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്തുണയുമായി ഇന്ത്യൻ മുൻ താരം യുവരാജ് സിംഗ്. എല്ലാവർക്കും മോശം സമയമുണ്ടാകും, എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് അവർ നൽകിയ സംഭാവനകളെ വിസ്മരിക്കുന്നത് ശരിയല്ലെന്നും യുവരാജ് സിംഗ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം തള്ളി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. ബോയ്ക്കോട്ട് ആവശ്യപ്പെട്ട് 160 ബ്രിട്ടീഷ് എംപിമാർ ECBക്ക് കത്ത് നൽകിയിരുന്നു. വനിതാ കായിക താരങ്ങൾക്കെതിരായ താലിബാൻ സർക്കാരിന്റെ വിവേചനത്തിനെതിരെയായിരുന്നു എംപിമാരുടെ പ്രതിഷേധം. യശസ്വി ജയ്സ്വാൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്ന റിപ്പോർട്ടുകൾ. ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് ജയ്സ്വാളിനെ പരിഗണിക്കുന്നത്. ഇതുവരെ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല ജയ്സ്വാൾ. കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഇഷാൻ പണ്ഡിത കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. പരിക്ക് ഭേദമായ താരം ഉടൻ കളിക്കുമെന്നാണ് റിപ്പോർട്ട്. കലാ, സാംസ്കാരിക, സിനിമാ വാർത്ത. വേറിട്ട വേഷപ്പകർച്ചയുമായി അനശ്വര രാജൻ. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന രേഖാചിത്രത്തിൽ കന്യാസ്ത്രീ വേഷത്തിലാണ് അനശ്വര എത്തുന്നത്. രേഖാചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചിത്രം ഉടൻ തിയേറ്ററിലെത്തും. ആസിഫ് അലി പ്രധാന വേഷത്തെത്തുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. ചിത്രം പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കോയുടെ OTT റിലീസ് സംബന്ധിച്ച വാർത്തകൾ തള്ളി നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ്. മാർക്കോയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ഒരു പ്ലാറ്റ്ഫോമുമായും ഒരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ലെന്ന് നിർമ്മാതാവ്. അജന്ത എല്ലോർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഈ മാസം 15-ന് ആരംഭിക്കും. ചലച്ചിത്രോത്സവം ഈ മാസം 19 വരെ നീണ്ടു നിൽക്കും. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ഫാക്ട് ചെക്ക്. രാജ്യത്ത് 5000 രൂപ നോട്ടുകൾ പുറത്തിറങ്ങിയ തരത്തിൽ വ്യാജ വാർത്തകൾ. നോട്ടിന്റെ ചിത്രങ്ങൾ സഹിതമാണ് വ്യാജ പ്രചാരണം. തെറ്റായ വാർത്തകൾക്കെതിരെ RBI രംഗത്ത്. ലേറ്റസ്റ്റ് ന്യൂസ്.
ഡൽഹിക്ക് ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുന്ന സർക്കാരിനെ തെരഞ്ഞെടുക്കണമെന്ന BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആഹ്വാനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പൂർണ്ണ ശക്തിയോടെയും ആവേശത്തോടെയുമാണ് തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറാകുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ. ഗോവയിൽ ഭീമാ സഖി യോജന ആരംഭിച്ചെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. സ്ത്രീ ശാക്തീകരണത്തിനായി LICയുമായി ചേർന്ന് നടത്തുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഭീമാ സഖി യോജന. തെലങ്കാന ഫോർമുല റേസ് കേസിൽ BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവുവിന് തിരിച്ചടി. കേസിൽ രാമറാവു സമർപ്പിച്ച ക്യാഷ് ഹർജി ഹൈക്കോടതി തള്ളി. ഫിലിപ്പീൻസിന്റെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സ്ഥിതി ചെയ്യുന്ന തർക്കപ്രദേശമായ സ്കാർബറോ ഷോളിന് സമീപം കണ്ടെത്തിയ ചൈനയുടെ കപ്പലിനെ നിരീക്ഷിക്കാൻ വിമാനങ്ങൾ വിന്യസിച്ച് ഫിലിപ്പീൻസ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ICCയുടെ ഡിസംബർ മാസത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച ജസ്പ്രീത് ബുംറ. മികച്ച വനിതാ താരത്തിനുള്ള മത്സരത്തിൽ സ്മൃതി മന്ദാനയുമുണ്ട്. നിലമ്പൂർ DF ഓഫീസ് ആക്രമണത്തിൽ PV അൻവറിനെതിരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടന. നിക്ഷിപ്ത താൽപര്യക്കാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത് അപലപനീയമെന്ന സംഘടന. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിൽ 3.4 തീവ്രത രേഖപ്പെടുത്തി.